ജനാധിപത്യം രാജ്യത്ത് മരിക്കുകയാണ് യഥാർത്ഥത്തിൽ. കാരണം ചോദ്യങ്ങൾ ചോദിക്കാനും അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും വേണ്ടി ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്ന MLA-മാർ ആ ചോദ്യത്തിന് പ്രത്യേക കൈക്കൂലി വാങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. ചോദ്യങ്ങൾ ചോദിക്കാൻ കൈക്കൂലി വാങ്ങുന്നത് 1-2 കൊല്ലമായി നാം പല വാർത്തകളിലും കേൾക്കുന്നുണ്ട്. എങ്കിലും ചോദ്യം ചോദിക്കാതിരിക്കാനും MLA-മാർ ഉറപ്പിച്ച കച്ചവടം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് വാങ്ങുന്നത്. അങ്ങനെ രാജസ്ഥാൻ നിയമസഭയിൽ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കൈക്കൂലി വാങ്ങിയ MLA അറസ്റ്റിലായിരിക്കുന്നു. ഭാരതാദിവാസി പാർട്ടി MLA ജയകൃഷ്ണൻ പട്ടേലിനെയാണ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ അറസ്റ്റ് ചെയ്തത്. MLA ക്വാർട്ടേഴ്സിൽ വെച്ച് 20 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു റെയ്ഡ് നടന്നതും MLA പിടികൂടി അകത്തിട്ടതും. എതിരാളികളെ തകർക്കാൻ നടക്കുന്ന BJPയുടെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടാവുമെന്ന് അവരുടെ പാർട്ടി നേതാക്കൾ പറഞ്ഞു നടക്കുന്നു. എങ്കിലും എന്ത് ഗൂഢാലോചന? കയ്യിൽ നിന്നാണ് 20 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. ഇന്നലെയാണ് ആ കേസിനാസ്പദമായ സംഭവം നടന്നത്. അതായത് രാജസ്ഥാനിലെ ബൻസ്വാര ജില്ലയിലെ ബഗിദോര നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA-യാണ് ജയകൃഷ്ണൻ പട്ടേൽ. കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാണ് അദ്ദേഹം MLA-യാകുന്നത്. തൻ്റെ മണ്ഡല പരിധിയിലുള്ളതല്ലാത്ത ഒരു ഖനനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഉന്നയിക്കാൻ വേണ്ടി 3 ചോദ്യങ്ങൾ ഇദ്ദേഹം തയ്യാറാക്കി വച്ചിരുന്നു. അതായത് കോടിക്കണക്കിന് രൂപ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ ഒരു നാടകം കൂടിയാണിത്. അത് വാങ്ങാനുള്ള ഒരു തത്രപ്പാട് MLA നടത്തി. ഇവ ചോദിക്കാതിരിക്കാൻ കനിയുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് 10 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു MLA. വില പേശി ഒടുവിൽ 2.5 കോടി തന്നാൽ ചോദ്യങ്ങൾ ഒഴിവാക്കാമെന്ന് MLA സമ്മതിച്ചു. അതായത് ഒരു MLA സത്യമറിയാനുള്ള ചില ചോദ്യങ്ങൾ നിയമസഭയിൽ ചോദിക്കുന്ന ഒരവസരം വരുമ്പോൾ അതിന് ഞാൻ ചോദിക്കില്ല എന്ന് വരുത്തി അതിന് പണം വാങ്ങുന്ന ഒരു പരിപാടി. ഇത് രാജ്യത്തെ ജനാധിപത്യം വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ആദ്യ പടിയെന്നോണം 1 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു MLA-ക്ക്. ബാക്കി തുകയിലെ 20 ലക്ഷം രൂപ അതുകൂടി നൽകുന്നതിനിടെയാണ് ഇപ്പോൾ ജയകിഷൻ പട്ടേൽ പിടിയിലാകുന്നത്. പരാതിക്കാരനോട് MLA പണവുമായി ബൻസ്വാരയിൽ എത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ജയ്പൂരിലെ MLA ക്വാർട്ടേഴ്സിലേക്ക് എത്താമെന്നാണ് പരാതിക്കാരൻ പറഞ്ഞത്. തുടർന്ന് രാവിലെ തന്നെ ക്വാർട്ടേഴ്സിലെത്തി 20 ലക്ഷം രൂപ കൈമാറി. ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥരെ അറിയിച്ച ശേഷമായിരുന്നു ഈ നീക്കം എന്നതിനാൽ ഉദ്യോഗസ്ഥർ പുറത്ത് തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു MLA-യെ പിടികൂടാൻ. പണം കൈമാറിയെന്ന് പരാതിക്കാരൻ ഉദ്യോഗസ്ഥർക്ക് സൂചന നൽകിയ ഉടനെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം MLA ക്വാർട്ടേഴ്സിനകത്തേക്ക് പ്രവേശിച്ച് MLA-യെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും MLA അടുത്തുണ്ടായിരുന്ന സഹായിയുടെ കൈവശം ബാഗ് കൈമാറി. അയാൾ അതുമായി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എല്ലാം ഞൊടിയിടയിൽ സംഭവിച്ചു. 20 ലക്ഷം രൂപയും കൊണ്ട് കള്ളൻ ഓടി രക്ഷപ്പെട്ടു. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട വീഡിയോ ഓഡിയോ തെളിവുകളെല്ലാം പോലീസിൻ്റെ പക്കലുണ്ട്. ഇത് വെച്ച് അഴിമതി തെളിയിക്കാനാകുമെന്ന് പോലീസ് പറയുന്നു. എങ്കിലും തൊണ്ടി മുതലായ 20 ലക്ഷം രൂപയും കൊണ്ട് സഹായി ഓടി രക്ഷപ്പെട്ടു. പണവുമായി ഓടിയ ആളെക്കുറിച്ചും MLA-യിൽ നിന്ന് ചോദിച്ചറിയുന്നുണ്ട്. അതേത് തരത്തിൽ മുക്കാനും കക്കുന്ന ആൾക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് എന്താകും സ്ഥിതി എന്ന് കണ്ടു തന്നെ അറിയണം. സംഭവത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനാകില്ല എന്നാണ് അവരുടെ പാർട്ടി പറയുന്നത്. BJPയുടെ ഗൂഢാലോചനയായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് വീണ്ടും വീണ്ടും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ MLA-ക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നൊക്കെ അവരുടെ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും 200 സാമാജികരുള്ള രാജസ്ഥാൻ നിയമസഭയിൽ 4 സാമാജികർ അല്ലെങ്കിൽ MLA-മാരാണ് BJP എന്ന പാർട്ടിക്കുള്ളിൽ ഉള്ളത്. അതിൽ തന്നെ ഒരു MLA 2.5 കോടി രൂപയുടെ കച്ചവടം നടത്തിയ വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ഞെട്ടിച്ചിരിക്കുന്നത്.